ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 64 അധ്യായം 8 വാക്യം. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. പരിശുദ്ധനും പരിപാലകനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെയും ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും നിയോഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ കൂടെയുള്ളവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങളെ പരിപാലിക്കുന്നതും അങ്ങ് തന്നെയാണ്. സൃഷ്ടാവായ ദൈവമേ, സൃഷ്ടികളായ ഞങ്ങൾ നിന്റെ പദ്ധതിയോട് സഹകരിക്കാനായിട്ട് ഇടയാകട്ടെ. നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് കർത്താവേ, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. തമ്പുരാനെ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ചിലപ്പോഴൊക്കെ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, നിന്റെ പദ്ധതികളിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, ഞങ്ങൾ തന്നിഷ്ടപ്രകാരം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. തമ്പുരാനെ, മാപ്പ് ചോദിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. നിന്റെ ഇഷ്ടത്തിലേക്ക്, നിന്റെ സ്വപ്നത്തിലേക്ക് വളരുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ പദ്ധതി അത് ഞങ്ങളുടെ നന്മയ്ക്കായുള്ള പദ്ധതിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഹകരിക്കാനായിട്ട് കൃപ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.